റീ റിലീസിലൂടെ തരംഗം വീണ്ടും സൃഷ്ടിച്ചിരിക്കുകയാണ് ഛോട്ടാ മുംബൈ. റീ റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതൽ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ ഛോട്ടാ മുംബൈ നേടിയിരുന്നു. ഇതിനോടകം തന്നെ കോടികളാണ് ചിത്രം കൊയ്തത്. അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രം 2007 പുറത്തുവന്നത്. മോഹൻലാൽ നായകനായി അഭിനയിച്ച ഈ ചിത്രം നിർമ്മിച്ചത് മണിയൻപിള്ള രാജുവാണ്. ബെന്നി നായർ അമ്പലത്തിന്റേതാണ് തിരക്കഥ. സായ്കുമാർ, സിദ്ദിഖ്, കലാഭവൻ മണി, ഇന്ദ്രജിത്ത്, ജഗദീഷ് ശ്രീകുമാർ, ഭാവന തുടങ്ങിയൊരു നീണ്ട താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. 2007 ഏപ്രിൽ പ്രദർശനത്തിനെത്തിയ ഛോട്ടാ മുംബൈ മികച്ച വിജയം അന്നേ നേടിയിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ആരാധകർക്കിടയിൽ സജീവമായിരുന്നു. ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ബെന്നി നായരമ്പലം. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം നടക്കില്ലെന്നും പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തവരിൽ പലരും ഇന്നില്ലെന്നും കൂടാതെ അന്നത്തെ പ്രായമല്ല മോഹൻലാലിന്റേതെന്നും അദ്ദേഹം പറയുന്നു. ഒരുപാട് സിനിമകളുടെ രണ്ടാം ഭാഗത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഫേസ്ബുക്കിലും മറ്റും എഴുതുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ രണ്ടാം ഭാഗം എന്നത് വളരെ റിസ്ക് ആണ്. ഇപ്പോൾ ഛോട്ടാ മുംബൈ വളരെയേറെ ആഘോഷിക്കപ്പെടുന്നുണ്ടല്ലോ. ഇതിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് പലരും പറയുന്നത് കേൾക്കാം. അങ്ങനെയൊരു സിനിമ വരുന്നത് ആലോചിച്ചു നോക്കൂ. ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തവരിൽ പലരും ഇന്നില്ല. അന്നത്തെ ലാലേട്ടന്റെ പ്രായമല്ല ഇന്നത്തെ ലാലേട്ടന്. 18 വർഷത്തെ വ്യത്യാസമുണ്ട്. ലാലേട്ടന്റെ രൂപമെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് കുട്ടിത്തം മാറി, പക്വത വന്നു. അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ബോഡി നല്ല ഫിറ്റാണ്. മുമ്പ് ചെയ്ത കഥാപാത്രത്തെ നിലനിർത്തിയിട്ട് വേണ്ടേ അതിനെ വീണ്ടും ചെയ്യാൻ. ഛോട്ടാ മുംബൈ രണ്ടാം ഭാഗം ചെയ്യണമെങ്കിൽ ആ പടം റിലീസായിട്ട് 2 വർഷത്തിന് ശേഷം തന്നെ ചെയ്യണമായിരുന്നു. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ആ ഫ്ലോയിൽ തന്നെ പിടിക്കാമായിരുന്നു. പക്ഷേ ഇവരെ വെച്ചിട്ട് ആ മൂടുള്ള മറ്റൊരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ ആലോചിക്കുന്നുമുണ്ട്. ഛോട്ടാ മുംബൈയുടെ ആ ട്രെൻഡിലുള്ള സിനിമയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെയുള്ള പാട്ടും ഡാൻസും ഒക്കെയുള്ള പരിപാടി ആലോചിക്കുന്നുണ്ട്. നടക്കുമോ എന്നറിയില്ല. അൻവറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ബെന്നി നായരമ്പലം പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.